വെറുതെ ഞങ്ങൾ മണ്ണൂരെത്തി. അപ്പം ഞാനും ഉണ്ണിയും കൂടി അവിടെയുള്ള കാഴ്ചകളെല്ലാം നടന്ന് കാണായിരുന്നു. ഞങ്ങൾ മാമൻ്റെ കൂടെയാണ് കേട്ടോ പോയത്. അമ്മയും അമ്മമ്മമാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അമ്പലത്തിൻ്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചിട്ടുണ്ടായിരുന്നു പുതിയതായിട്ട് പണിയാൻ. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ചെന്നുടനെ അമ്മമ്മ പറഞ്ഞു നമുക്ക് വരിയിൽ നിൽക്കാം, എന്നിട്ട് ഉള്ളിൽ കയറി തൊഴാം. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളെല്ലാം ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് വരിയിൽ നിന്നു കേട്ടോ. ഞങ്ങളൊരു 11:30 ആകുമ്പോഴാണ് വരിയിൽ നിന്നത്. ഒരു 2 മണിക്കൂറൊക്കെ ഞങ്ങൾ നിന്നു. ഞാനും ഉണ്ണിയെല്ലാം ആദ്യമായിട്ടാണ് കേട്ടോ ഉള്ളിൽ കയറി തൊഴുന്നത്. എനിക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ കുറേ കല്യാണങ്ങൾ കണ്ടു. ഞായറാഴ്ച ആയ കാരണം കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്നോട് ഉണ്ണി ചോദിച്ചു എന്തിനാ ഏട്ട ഇവിടെ വന്ന് കല്യാണം കഴിക്കുന്നത്. അമ്പലത്തിൽ നിന്ന് കല്യാണം കഴിക്കാനെ കുറിച്ച് അവനൊന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ ഉള്ളൊക്കെ തൊഴുതതിന് ശേഷം പുറത്ത് വന്ന് അവിടെ ചുറ്റിക്കറങ്ങി കേട്ടോ. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ വരിയിൽ നിൽക്കാനുള്ള പ്ലാനിലായിരുന്നു. ഇതാണ് പുറത്തുകൂടെ കയറി തൊഴുന്നവർക്കുള്ള വഴി. പിന്നെ ഞാനും ഉണ്ണിയും കൂടിയിട്ട് കുറച്ചു നേരം കുളത്തിൻ്റെ അങ്ങോട്ട് പോയി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം. പിന്നെ ഞങ്ങൾ ചോറിൻ്റെ വരിയിൽ നിന്നു കേട്ടോ. അവിടെ നിലത്താണെങ്കിൽ അപാര ചൂട്, കാല് വെച്ച അപ്പം പൊള്ളുമായിരുന്നു. ഞങ്ങളൊക്കെ ഓടുമായിരുന്നു. അപ്പം ചോറൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വണ്ടിയിലായിരുന്നു കേട്ടോ ചെരുപ്പ്. അപ്പോൾ ചെരുപ്പ് എടുക്കാൻ പോകാനും പറ്റില്ല, വണ്ടി കുറച്ച് ദൂരത്താണ്. അയ്യോ ഞങ്ങൾ കുറേ നേരിട്ട് കഷ്ടപ്പെട്ടു. ദേവിക ആണെങ്കിൽ നല്ല ചാട്ടമായിരുന്നു, നിലത്ത് കാലയ്ക്കാൻ പറ്റാം. പിന്നെ ഞങ്ങൾ നേരെ പടിഞ്ഞാറൻ നടയ്ക്ക് പോയി. അവിടെയാണെങ്കിൽ ചാക്കിട്ടുണ്ട്, അതിൻ്റെ ഒരു ആശ്വാസം മാത്രം. ഈ സ്റ്റെയർ കേസ് കാണുന്നതിൻ്റെ മുകളിലായിരുന്നു കേട്ടോ പണ്ടൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ പടിഞ്ഞാറേ നട. നേരത്തെ കാണിച്ചത് കിഴക്കേ നടയായിരുന്നു. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ക്ലോക്ക് റൂം. പക്ഷെ ഞങ്ങൾ ഇവിടെ അല്ല വെച്ച്, ഞങ്ങൾ വേറെ ക്ലോക്ക് റൂമിലാണ് വെച്ചത്. ഇവിടെ 3-4 ക്ലോക്ക് റൂം ഉണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ പ്രസാദവും പായസമൊക്കെ കിട്ടുന്ന സ്ഥലം. പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിന് അങ്ങോട്ട് പോയിട്ടു. വന്നപ്പോൾ അതാണെങ്കിൽ വെള്ളം കുടിക്കായിരുന്നു. അപ്പം നമ്മളിവിടെ കുറച്ചു നേരം നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഇവിടെ 2 ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ. 2 ഓഡിറ്റോറിയത്തിലും പരിപാടി നടക്കും. അങ്ങനെ
അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിതാ ഓട്ടോ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.